ഇതിൽ നമ്മൾ റോഡിന്റെ വിഷയങ്ങളും മറ്റുള്ള വാർഡിന്റെ വികസനം സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് UDF-ന്റെ പ്രവർത്തകന്മാർ, ലീഗിന്റെ പ്രവർത്തകന്മാരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൗൺസിലർമാർ പ്രചരിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF ആണ്, അതുകൊണ്ട് നമുക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു നുണപ്രചാരണം പിന്നെ വാർഡുകളിൽ വല്ലാതെ അടിച്ചു വീശുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത് പിന്നെ UDF-നും LDF-ന്റെ മുനിസിപ്പാലിറ്റി ഭരിക്കുമ്പോൾ UDF-ന് പണം അനുവദിച്ച് കിട്ടാൻ അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ ഈ കൗൺസിലർക്ക് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഇനി അവിടെ മത്സരിക്കാൻ പാടില്ല. നമ്മളെപ്പോലുള്ള ആളുകളെ വിജയിപ്പിക്കാൻ നമ്മൾ വാങ്ങിത്തരും. പ്രത്യേകിച്ച് SDPI ഭരിക്കുന്ന പല വാർഡുകളിലും ഇതേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മുമ്പ് ഈ ഭരണസമിതി. പക്ഷെ ഇപ്പോൾ ആ വാർഡിൽ എല്ലാവിധ ഫണ്ടുകളും വരുന്നുണ്ട്, വികസനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഫണ്ട് കിട്ടുന്നുണ്ട്. എല്ലാ വാർഡുകളിലും തുല്യമായിട്ടാണ് വീതിച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ കൗൺസിലർക്ക് എന്തുകൊണ്ട് ഫണ്ട് കിട്ടുന്നില്ല, ഇതെങ്ങനെ പിന്നെ ചെലവഴിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഇത് LDF-ന്റെ തലയിലേക്ക് ഇട്ട് ഇത് ഒഴിഞ്ഞു മാറുന്നു? അപ്പോൾ ഇനി എപ്പോഴാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ പിന്നെ UDF വന്നതിന് ശേഷമാണോ നമ്മളെ വാർഡുകളിലൊക്കെ ഇനി വികസനം വരുവുള്ളൂ എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്.